Hello viewers and welcome to your favorite celebrity chat show, Star Jam. And this is your favorite host, Rohini Edukula. എൻ്റെ ഓപ്പോസിറ്റിലിരിക്കുന്ന പെൺകുട്ടി is an extremely popular playback singer. She has a Carnatic vocal background, but she has gifted us so many timeless classics to sing and to hum along. Without any further introduction, Sitara. Hi. ഇപ്പോൾ ക്ലാസിക്കൽ ഡാൻസും പഠിച്ചിട്ടുണ്ട്, അതുപോലെ സിംഗിങ്ങും അല്ലേ? ഡാൻസ് പിന്നെ എവിടെ വെച്ചാണ് ഡിഡ് യു സ്റ്റോപ്പ് ലേണിംഗ്? രണ്ടും ഒരുമിച്ചാണ് പഠിച്ചു തുടങ്ങിയത്. കർണാട്ടിക് ക്ലാസിക്കൽ മ്യൂസിക്കും ക്ലാസിക്കൽ ഡാൻസും ആ ഒരേ ഇമ്പോർട്ടൻസിൽ തന്നെയാണ് പ്രാക്ടീസ് ചെയ്തിരുന്നതും ഒക്കെ. പിന്നെ നമ്മളിതൊക്കെ എക്സിബിറ്റ് ചെയ്യാനുള്ള പ്രധാന സ്ഥലം എന്ന് പറയുന്നത് കോമ്പറ്റീഷൻസ് ആണല്ലോ. അപ്പോൾ അതിന് മുറയ്ക്ക് എല്ലാ കോമ്പറ്റീഷൻസിനും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന സക്സസ്സും ആണെങ്കിലും എന്തായാലും അതിൻ്റെ എക്സ്പീരിയൻസ് പ്രാക്ടീസൊക്കെ അങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഹൈസ്കൂളിലൊക്കെ സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവൽസിലൊക്കെ പ്രൈസ് കിട്ടിയിട്ടുണ്ട്, ലൈറ്റ് മ്യൂസിക്കിനും ഭരതനാട്യം കുച്ചിപ്പുടിക്കൊക്കെ. കോളേജ് ലെവലിൽ എത്തിയപ്പോഴും പാർട്ടിസിപ്പേറ്റ് ചെയ്തു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണ് ഞാൻ പഠിച്ചിരുന്നതൊക്കെ, എൻ്റെ ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ. അതൊക്കെ കഴിഞ്ഞിട്ട് മ്യൂസിക്കിന് നമ്മുടെ ഒരു ഇവിടെ ഇപ്പം ചാനൽസിലാണെങ്കിലും ശരി, അങ്ങനെ അല്ലാണ്ടാണെങ്കിലും മ്യൂസിക്കൽ ഷോസ് കൂടുതലാണ്, പാട്ടിന് കുറച്ചും കൂടി ഓപ്പർച്യൂണിറ്റീസ് കൂടുതലായിട്ട് തോന്നി. ക്ലാസിക്കൽ ഡാൻസിന് അത്രയും ഉണ്ടായില്ല. അപ്പം നാച്ചുറലി അത് അങ്ങനെ ആയതാണ്. അല്ലാണ്ട് ഞാനൊരെണ്ണത്തിനും കൂടുതൽ വെയിറ്റ് അങ്ങനെയില്ല. രണ്ടും എനിക്ക് ഒരേപോലെയാണ്, മ്യൂസിക്കും ഡാൻസും. പക്ഷേ അവസരങ്ങൾ കൂടുതൽ കിട്ടിയോണ്ട് അതിൻ്റെ ഫോക്കസ് മ്യൂസിക്കിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. പിന്നെ എനിക്കും തോന്നി നമ്മളൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ എടുക്കുന്ന സമയമൊക്കെ വളരെ കുറവാണ്, ഇനിയും ചെയ്യണം എന്നുള്ള ആ ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ ബാക്കിയുള്ളവർ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. അപ്പം ഫുൾ ഫോക്കസ് മ്യൂസിക്കിലേക്ക് കൊടുത്തു. സോ മ്യൂസിക്കലി നമ്മളൊരു കുട്ടിയാകുമ്പോൾ വൺ ഓഫ് ദ ഫസ്റ്റ് തിങ്സ് നമ്മൾ കുട്ടിയായിട്ട് കേൾക്കുന്നത് നഴ്സറി റൈംസ് ആണ്. വൺ ഓഫ് ദ ഫസ്റ്റ് ഒരു മ്യൂസിക്കൽ സാധനം കേൾക്കാന്ന് പറഞ്ഞു. സിത്താരയുടെ ഏറ്റവും ഫേവറേറ്റ് നഴ്സറി റൈം ഏതാണ്? ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ ഉണ്ട്. ഓക്കെ, അതിന്റെ ഒരു ട്വിസ്റ്റ് കേട്ടിട്ടുണ്ടോ? ഒരു വീഡിയോ ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ട്, കേട്ടിട്ടുണ്ടോ? ട്വിങ്കിൾ ഏതെങ്കിലും ഒരു വേർഷൻ ഞങ്ങൾക്കൊന്ന് പാടാമോ? Twinkle, twinkle, little star, how I wonder what you are, up above the world so high, like a diamond in the sky. ഇതുപോലെ എന്തൊക്കെയാണ് അവർക്ക് ഒരുപാടെണ്ണം പാടിയിട്ടുണ്ട്. പക്ഷേ ഭയങ്കര രസമാണ് അത് കേൾക്കാനായിട്ട്. Anyway, let's come to other influences than Carnatic, because I'm sure when you're growing up stage നമ്മൾ ഒരുപാട് വേറെ ഇൻഫ്ലുവൻസസ് കേൾക്കാറുണ്ട്. മ്യൂസിക് different kinds of music, അല്ലെ? പോപ്പ് ആയാലും ജാസ് ആയാലും whatever it is. Tell me other influences ഏതൊക്കെയാണ് സിത്താര? ഞാൻ പറഞ്ഞല്ലോ കർണാട്ടിക് ക്ലാസിക്കലാണ് പഠിച്ചു തുടങ്ങിയത്. പക്ഷെ ഞാൻ വരുന്ന ഒരു സ്ഥലത്തിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട് തോന്നുന്നു. ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ അങ്ങനെ കേൾക്കാനുള്ളൊരു അറ്റ്മോസ്ഫിയർ ഒന്നും വീട്ടിലില്ല. കാരണം ഹിന്ദുസ്ഥാനി ക്ലാസിക്കലിൻ്റെ ഒരു ടേസ്റ്റ് ഒന്നും അല്ല എല്ലാവർക്കും ഉള്ളത്. പക്ഷേ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ട്, ഞാൻ വരുന്ന സ്ഥലത്തുള്ള മറ്റു ആളുകളുടെ ഇൻഫ്ലുവൻസ് ഉണ്ട്. അപ്പോൾ അവർ കേൾക്കുന്നതും കേൾപ്പിച്ച് തരുന്ന പാട്ടുകളൊക്കെ ഗസൽസ് ആണെങ്കിലും ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ ആണെങ്കിലും കുറച്ചും കൂടി ബോധം വെച്ചതിന് ശേഷം, ബോധം വെച്ചോ എന്നുള്ളതല്ല, പേരൻസിൻ്റെ ഒരു ടേസ്റ്റ് ആണല്ലോ എപ്പോഴും ആദ്യം കുട്ടികളിൽ റിഫ്ലക്റ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ടാണ് നമ്മളായിട്ട് സെർച്ച് ചെയ്യാൻ തുടങ്ങുക കാര്യങ്ങൾ. അപ്പം ആ രീതിയിൽ ഹൈസ്കൂളിലൊക്കെ എത്തിയപ്പം ഇങ്ങനെ ഇത്തരം പാട്ടുകൾ കേട്ടപ്പോൾ ഹിന്ദുസ്ഥാനി ലൈറ്റ് സെമി ക്ലാസിക്കൽ ഫോംസ് ഒക്കെ പാടിയപ്പോൾ ഇത് കുറച്ചും കൂടി നന്നാവുണ്ടെന്നൊക്കെ ആളുകൾ പറഞ്ഞു. അപ്പം അതൊരു സന്തോഷമായിട്ട് തോന്നിയിട്ട് അപ്പോൾ അത് പിന്നെ കുറേ കൂടി കേൾക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നുന്നു ഞാനൊരു +2 ഒക്കെ കഴിഞ്ഞപ്പോൾ മുതൽ പിന്നെ ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ മ്യൂസിക്കിലാണ് ട്രെയിനിങ് എടുക്കുന്നത്. ഇപ്പോഴും അതെ. ഉസ്താദ് ഫയാസ് ഖാൻ, അദ്ദേഹമാണ് എൻ്റെ ടീച്ചർ. ഫയാസിയുടെ അടുത്ത് ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് പഠിക്കുന്നു. പിന്നെ ഞാനിപ്പം കൽക്കട്ടയിൽ രവീന്ദ്ര ഭാരതി യൂണിവേഴ്സിറ്റിയിൽ ഖയാൽ മ്യൂസിക്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്നുണ്ട്. അപ്പം അത് ഈ പഠിക്കുന്ന ആ ഒരു പ്രോസസ്സ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. പിന്നെ എല്ലാത്തരം മ്യൂസിക്കും ഞാനിങ്ങനെ ഒരു മനസ്സിലായ എനിക്ക് പുറത്തുള്ള മ്യൂസിക്കിൽ വേൾഡ് മ്യൂസിക് എന്നുള്ള രീതിയിലാണെങ്കിൽ കൃത്യമായിട്ട് ഏത് ജോണർ എന്നുള്ള രീതിയിലൊക്കെ എന്നെ ഫ്രണ്ട്സ് തന്നെയാണ് എന്നെ ഗൈഡ് ചെയ്തിട്ടുള്ളത്. എനിക്ക് ഫേവറേറ്റ് സോങ്സ് ഉണ്ട്. ഇപ്പം ലൂയിസ് ആംസ്ട്രോങ്ങിൻ്റെ പാട്ട് വാട്ട് എ വണ്ടർഫുൾ വേൾഡ്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേൾക്കാൻ. അങ്ങനെ ജാസ്, റേ ചാൾസ് ആണെങ്കിലും പിന്നെ ടോറി അമോസ്, അങ്ങനെ ഫേവറേറ്റ് സോങ്സ് ഉണ്ട്. പക്ഷെ എനിക്ക് കൃത്യമായിട്ടൊരു ജോണർ എന്നുള്ള രീതിയിലല്ല, സെർച്ച് ചെയ്ത് വാലായിട്ട് കേട്ട് പോകുമ്പോൾ ഫേവറേറ്റ് ആയിട്ടുള്ള കുറേ പാട്ടുകളുണ്ട്. സിത്താരയുടെ ഒബ്വിയസ്ലി നമ്മുടെ വ്യൂവേഴ്സ് എല്ലാവരും കേട്ടിട്ടുള്ളതാണ് പോപ്പുലർ ആയിട്ടുള്ള പ്ലേ ബാക്ക് സോങ്സ്, അല്ലെങ്കിൽ ഇവൻ ഗസൽസ് ആണെങ്കിലും വെരി പോപ്പുലർ സോങ്സ് ഉണ്ട്. പക്ഷെ ഒരു ക്യാൻ വി ലിസൺ ടു something from outside, like ഇപ്പോൾ പറഞ്ഞ 2-3 ഫേവറേറ്റ് സോങ്സ് പറഞ്ഞു, എന്തെങ്കിലും ഒരു പാട്ടുണ്ട്? I see trees of green, red roses too, I see them bloom for me and you.
And I think to myself, what a wonderful world. I see trees of green, red roses too. I see them bloom for me and you. And I think to myself, what a wonderful world. So coming to other languages, you have beyond Malayalam, you've also sung Kannada, Tamil. Am I missing out anything else? No, Kannada, Tamil, Telugu. Telugu, okay. So which was the first, other than Malayalam, ഏത് ലാംഗ്വേജിലാണ് ആദ്യമായിട്ട്? കന്നഡ. കന്നഡയിലാണ്. അത് ഏതായിരുന്നു സോങ്? ഏതായിരുന്നു അത് പാട്ട് കന്നഡയിലാണെങ്കിലും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മൊത്തം മലയാളത്തിലാണ് നിൽക്കുന്നത്. കാരണം ഔസേപ്പച്ചൻ സാറാണ് എൻ്റെ മ്യൂസിക് ഡയറക്ഷൻ, VK പ്രകാശ് സാറിൻ്റെയാണ് മൂവി. 2 പാട്ട് പാടിയിരുന്നാലും. മಳೆ ಬಂದಾಗ ಸೋರದ ಮನೆ ಗಂಡು ಹೆಣ್ಣಿಗೆ ಇದುವೇ ಅರಮನೆ ಸೋರುವ ಸೂರನು ಸರಿ ಮಾಡ ಹೊರಟರು ಅರಿವಿಲ್ಲದೆ ಬೆರೆತು ಒಂದಾಗಿ ನಡೆದರು. ഒന്നിങ്ങനെ, പിന്നെ ಹೊಯ್ಯುತ್ತಿದೆ ಮಳೆ ಹೊಯ್ಯುತ್ತಿದೆ ജടി മഴ വിടരെ ಹೊಯ್ಯುತ್ತಿದೆ, അങ്ങനെ 2 സോങ്സ്. അതുപോലെ തമിഴില് കൺകൾ നീയേ എന്ന് പറഞ്ഞിട്ടൊരു പാട്ട്. കൺകൾ നീയേ കാറ്റും നീയേ തൂണിൽ നീ തുറുമ്പിൽ നീ വണ്ണം നീയേ വാനും നീയേ ഊനും നീ ഉയരും നീ, അങ്ങനെ. എത്ര റിയാലിറ്റി ഷോസിന് പോയിട്ടുണ്ട്? എനിക്ക് 4 ഷോസിൽ വിന്നറായിരുന്നു. 4 ഷോസിന് വിന്നറായിരുന്നു. ഇതെന്തോ ഒരെണ്ണം കഴിഞ്ഞ് അങ്ങനെ 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 പോയിക്കൊണ്ടിരുന്നു? അല്ല, ആക്ച്വലി ഇപ്പോഴത്തെ ഒരു ഫോർമാറ്റിലല്ല. ഞാൻ 2004 മത്സരിച്ചിട്ടുള്ളത്. അപ്പൊ അന്ന് 3 ചാനൽസിലും സൈമൾട്ടേനിയസ് ആയിട്ട് മത്സരിക്കാം. ഒരാൾക്ക് ഒന്നിലും മാത്രമൊന്നുമല്ല. അപ്പൊ 3ലും പരത്തി പിടിച്ചിട്ട് എല്ലായിടത്തും പോയിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 2-3 വർഷത്തിന് ശേഷം വേറൊരു ചാനലിലും. അപ്പോൾ എൻ്റെ ഒരു അതൊക്കെ ചെയ്യുമ്പോഴും ഞാൻ ആലോചിച്ചിരുന്നത് അവിടെ ജഡ്ജസ് ആയിട്ട് വരുന്നവരൊക്കെ എത്രയോ വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ്. അപ്പം മേ ബി അവരുടെ 20-25 ഇയേഴ്സിൻ്റെ എക്സ്പീരിയൻസ് ആണ് അവർ 1-2 കമൻസ് ആയിട്ട് പറഞ്ഞു തരുന്നത്. അത് നമ്മളിപ്പോൾ റിയാലിറ്റി ഷോൻ്റെ പോസിറ്റീവ് നെഗറ്റീവ്സ് ഡിസ്കസ് ചെയ്യുമെങ്കിലും കൂടി അതിൻ്റെ പോസിറ്റീവ്സിനെ കുറിച്ച് എല്ലാത്തിനെയും പോലെ 2 ഭാഗം ഉണ്ട് അതിന്. നമ്മൾ മറ്റുള്ളവർ പാടി കേട്ട പാട്ടുകൾ ആണ് പാടുന്നത്. അപ്പോൾ ചിലപ്പോൾ നമുക്കത് AP ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ടായിരിക്കും. അപ്പോൾ അതിന്ന് പുറത്ത് കിടക്കുക എന്നുള്ളതാണ്, നമ്മൾ ഇൻഡിവിജ്വാലിറ്റി എവിടെയാണെന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് പാടുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചാലഞ്ച് എന്നുള്ളത്. പിന്നെ ഇവർ ജഡ്ജസായി വരുന്ന ഇത്രയും വലിയ ആളുകളുടെ കോമൻസ് എന്ന് പറഞ്ഞത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ ഇതിനു വേണ്ടി വർക്ക് ചെയ്യുന്നത്, അത് മത്സരത്തിനാണെങ്കിലും ശരി എന്തിനാണെങ്കിലും ശരി. ഇപ്പം വെറുതെ ഇരുന്ന് വർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ, വീട്ടിലിരുന്ന് ഫുൾ ടൈം പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ല കാര്യം. ഇപ്പം ഞാനൊക്കെ എൻ്റെ കൂടെയുള്ള പല ആളുകൾ ആ ഒരു ജനറേഷനിലുള്ളവരൊക്കെ തന്നെ മത്സരങ്ങൾക്ക് വേണ്ടി സ്കൂളിൽ യൂത്ത് ഫെസ്റ്റിവൽസിനൊക്കെ വേണ്ടിയിട്ട് മത്സരിച്ചിട്ടും പ്രാക്ടീസ് ചെയ്തിട്ടും കുറച്ച് കണ്ടീഷൻഡ് ആയതുകൊണ്ട് ഈ രീതിയിലാണ് വർക്ക് ചെയ്യാൻ പറ്റുക. അപ്പം ഫൈനലി നമുക്കത് ബലത്തിൽ വരുന്നുണ്ടോ എന്നുള്ളത് നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഗുഡ്. ഇന്ന ആർട്ടിസ്റ്റിന്റെ അല്ലെങ്കിൽ ഇന്ന സിംഗറിന്റെ ഒരു പാട്ട് പാടിയത് അത് കുറച്ച് ഡിഫിക്കൽട്ട് ആണ്? അങ്ങനെ ഒരുപാടുണ്ടാവും. എനിക്ക് എല്ലാ പാട്ടുകളും പാടിയിരിക്കുന്ന ആളുകൾ, ഓരോ പാട്ടുകളും പാടേണ്ടതായിട്ട് കൃത്യമായിട്ടുള്ള ആളുകളുണ്ട്. അവരുടെ അടുത്ത് ആ പാട്ടുകൾ എത്താൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ ബിലീവ് ചെയ്യുന്നത്. അങ്ങനെയുണ്ടല്ലോ. ഇപ്പോൾ ഞാൻ പാടേണ്ട പാട്ടുകളുണ്ട്, അതേപോലെ തന്നെ ഞാൻ പാടാൻ പാടില്ലാത്ത പാട്ടുകളുണ്ട്. അങ്ങനെയുണ്ട്. അങ്ങനെ ആകുമ്പോൾ മാത്രമേ ടോട്ടലി മ്യൂസിക്കിന് ഒരു ഇവിടെ ഉണ്ടാവണ മ്യൂസിക്കിന് ക്വാളിറ്റി ഉണ്ടാവുള്ളൂ. പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പാട്ടുകൾ എടുക്കാറില്ല. അതായത് ഫിലിം സോങ്സ് വെച്ചിട്ട് അല്ല ഞാൻ പലപ്പോഴും പ്രാക്ടീസ് ചെയ്യല്. പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഇവിടെ ഉണ്ടായി വന്നിട്ടുള്ള കുറേ എക്സസൈസുകളും വോക്കൽ എക്സസൈസുകളൊക്കെ ഉണ്ടല്ലോ, അതാണ് യൂസ് ചെയ്യാറ്. പിന്നെ ചില പാട്ടുകൾ നമ്മൾ ആ ഒരു മത്സരകാലത്ത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് പാടാൻ വേണ്ടിയിട്ട്. ചില പാട്ടുകൾ നമുക്ക് പാടാൻ പറ്റും, ചിലത് നമുക്ക് പാടാൻ പറ്റില്ലാത്ത ഇതുകളുണ്ടായിരിക്കും. എനിക്ക് ഒരു ജോണർ എന്നുള്ള രീതിയിൽ എപ്പോഴും തോന്നിയിട്ടുള്ളത് അറേബ്യൻ മ്യൂസിക് ഉണ്ടല്ലോ, അറബിക് മ്യൂസിക്കിൽ ചില നുവാൻസസ് ഒക്കെ നമ്മൾ പാടുമ്പം അതിലൊരു കർണാട്ടിക് ഫ്ലേവർ വരണമായിരുന്നു തോന്നാറുണ്ട്. അപ്പോൾ അത് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. അതർവൈസ് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കും. പിന്നെ എന്താണോ നമുക്ക് നല്ലതെന്നുള്ളത് ചിലപ്പോൾ ബാക്കിയുള്ളവർ തിരിച്ച് പറയുമ്പോഴറിയാം. ഓക്കെ, ഗിവ് മീ വൺ സോങ് ഒരുപാട് നല്ല റിവ്യൂസ് റിയാലിറ്റി ഷോ ചെയ്ത സമയത്ത് നല്ല റിവ്യൂസ് കിട്ടിയ ഒരു പാട്ട്. ഏറ്റവും പോസിറ്റീവായിട്ട് ആളുകൾ പറഞ്ഞിട്ടുള്ളൊരു പാട്ടെന്ന് പറഞ്ഞാൽ ഞാൻ രാജസ്ഥാനി ഫോക്ക് സോങ് പാടിയിരുന്നു. ഓക്കെ, അത് ലവാർ ജിവിടാരേ ലവിടാ ലവാർ ജിവിടാരേ മന ധാരോ രേ ജിവിടേരോ മന ധാരോ രേ ജിവിടേ ധാരോ രേ ജിവിടേരോ രേ ദീജോ കോനി രേ ലവാർ ജിവിടാരേ
ലവാരു ജിവിടാരേ ലവിടാ ലവാരു ജിവിടാരേ, ഇങ്ങനെ പാട്ട്. അപ്പം അത് ആ പാടിയ സമയത്ത് എല്ലാവർക്കും അതൊരു എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ആ പാട്ട്. അപ്പം ആ പാട്ട് കേട്ടിട്ട് എനിക്ക് കുറേ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ പാടാൻ കിട്ടിയിട്ടുണ്ട്. പിന്നെ സിത്താരയുടെ സൗണ്ട് സംസാരിക്കുന്നതായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് ഇപ്പം ലൈക്ക് ഫ്രഷ് ആയിട്ട് കേൾക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ഇത്ര ഹസ്കി ആയിട്ട് പാടാൻ പറ്റുമെന്ന് തോന്നില്ല അല്ലെ? ഒരു ഡ്യുവൽ ടോൺ ഒരു അല്ലെ, യു ഗോട്ട് ലൈക്ക് ഒരു ഡ്യുവൽ ടോൺ തിങ് യു ഹാവ് ടു. എനിക്കൊരു മുകളിലുള്ള കുറച്ച് നോട്ട്സ് ഉള്ള പാടിയാലും താഴെയുള്ള നോട്ട്സ് മാത്രമുള്ള പാട്ട് പാടിയാലും രണ്ടും രണ്ട് തരത്തിലാണ് പുറത്തേക്ക് കേൾക്കുക. അത് അങ്ങനെ കേൾക്കുന്നത്. അതിന് വേണ്ടി ഞാൻ മിമിക് ചെയ്യാറില്ല, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും തരത്തിൽ ഓഫ് കോഴ്സ് മോഡുലേഷൻസ് വരുത്താറുണ്ട്. അതല്ലാണ്ട് വോയിസ് ചേഞ്ച് ചെയ്തിട്ട് ഞാൻ ഒന്നും ചെയ്യാറില്ല. എന്നോട് എപ്പോഴും എല്ലാവരും ചോദിക്കുന്നതാണ് പുതിയ ശബ്ദത്തിൽ പാടിയല്ലേ, വേറെ ശബ്ദത്തിൽ എല്ലാം ഓരോന്ന് വരുമ്പോഴും ഇത് വേറെ ശബ്ദമാണല്ലോ ചോദിക്കുക. അപ്പം എനിക്ക് ആദ്യം തോന്നുന്നു ഇത് എന്താ വേറെ ശബ്ദമൊന്നും ഞാൻ ഉണ്ടാക്കണില്ല, അതിനകത്തുള്ള പാട്ട് തരുമ്പോൾ അവരെന്ത് പറയണോ അതിനനുസരിച്ച് നമ്മൾ പാടാൻ ശ്രമിക്കും, അത്രയേ ഉള്ളൂ.